ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് മെയ് 21, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ന്യൂസ് ഹെഡിങ്സ് ആണ്. ട്രാക്കോമ ഇല്ലാതാക്കിയതിന് ഇന്ത്യക്ക് ലോകാരോഗ്യ സംഘടനയുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ഇന്റലിജൻസ് ബ്യൂറോ മേധാവി തപൻ കുമാർ ദേക്കയുടെ കാലാവധി നീട്ടി. ജുഡീഷ്യൽ പരീക്ഷകളിൽ നിന്ന് പുതിയ നിയമബിരുദധാരികളെ സുപ്രീം കോടതി വിലക്കി. ഇന്തോനേഷ്യ ടൂറിസ്റ്റ് ദ്വീപായ ഫ്ലോറസിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. സുഡാന്റെ പുതിയ പ്രധാനമന്ത്രി കാമിൽ ഇദ്രിസെ. ഇത്തരത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ റിസീവ്സ് WHO സർട്ടിഫിക്കേഷൻ ഫോർ ദി എലിമിനേഷൻ ഓഫ് ട്രാക്കോമ. ട്രാക്കോമ ഇല്ലാതാക്കിയതിന് ഇന്ത്യക്ക് ലോകാരോഗ്യ സംഘടനയുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജനീവയിൽ നടന്ന 78ാമത് ലോകാരോഗ്യ അസംബ്ലിയിൽ ഇന്ത്യക്ക് ഏത് രോഗത്തിനാണ് എലിമിനേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? ട്രാക്കോമ എന്ന രോഗത്തിനാണ് ഇന്ത്യക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ് എലിമിനേഷൻ സർട്ടിഫിക്കറ്റ്. അതായത് പൂർണ്ണമായിട്ടും ട്രാക്കോമ എന്ന ആ ഒരു അസുഖം ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഇല്ല എന്നതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നൽകിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ 78ാമത്തെ വേൾഡ് ഹെൽത്ത് അസംബ്ലി, ആ ഒരു അസംബ്ലിയിൽ വെച്ചാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ്, അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് എലിമിനേഷൻ എന്ന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത്. 78ാമത്തെ വേൾഡ് ഹെൽത്ത് അസംബ്ലി ഇത് നടന്നിട്ടുള്ളത് ജനീവയിലാണ്. ഇന്ത്യക്ക് ട്രാക്കോമ എലിമിനേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിലവിലെ ഡയറക്ടറുടെ പേര് ടെഡ്രോസ് അദാനം ഗെബ്രിയേസസ്. ടെഡ്രോസ് അദാനം ഗെബ്രിയേസസ് ആണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡയറക്ടർ. അദ്ദേഹം രണ്ടാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ആയി ചുമതലയേൽക്കുന്നത്. ആഫ്രിക്കൻ സ്വദേശിയായിട്ടുള്ള ടെഡ്രോസ് അദാനം ഗെബ്രിയേസസ് ആണ് ഇപ്പോഴത്തെ നിലവിലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കറണ്ട് ഇപ്പോഴത്തെ ഡയറക്ടർ. അദ്ദേഹമാണ് സർട്ടിഫിക്കറ്റ് ഓഫ് എലിമിനേഷൻ എന്ന സർട്ടിഫിക്കറ്റ് ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത്. ട്രാക്കോമ എന്ന ആ ഒരു ഡിസീസ്, ആ രോഗത്തെ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. ട്രാക്കോമ ഏത് അവയവത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്? കണ്ണുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ് ട്രാക്കോമ. ഇന്ത്യയിലെ നിലവിലെ കേന്ദ്ര ആരോഗ്യമന്ത്രി ആരാണ്? ജഗത് പ്രകാശ് നഡ്ഡ. JP നഡ്ഡയാണ് ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ഇൻ ഇന്ത്യ. ഇദ്ദേഹമാണ് അറിയിച്ചത്, അതായത് ഇന്ത്യക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റ്. ഇതിനു മുമ്പ് തന്നെ ഇന്ത്യക്ക് ഈ ഒരു അംഗീകാരം ലഭിച്ചിരുന്നു. പക്ഷേ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ 78ാമത്തെ വേൾഡ് ഹെൽത്ത് അസംബ്ലിയിൽ വെച്ചാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്റലിജൻസ് ബ്യൂറോ ചീഫ് തപൻ കുമാർ ദേക്ക ടേം എക്സ്റ്റെൻഡഡ്. ഇന്റലിജൻസ് ബ്യൂറോ മേധാവി തപൻ കുമാർ ദേക്കയുടെ കാലാവധി നീട്ടി. ഇപ്പോഴത്തെ ഇന്റലിജൻസ് ബ്യൂറോ ചീഫ് ആണ് തപൻ കുമാർ ദേക്ക. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നിലവിലെ ഇന്റലിജൻസ് ബ്യൂറോ മേധാവി ആരാണ്? തപൻ കുമാർ ദേക്ക. തപൻ കുമാർ ദേക്കയാണ് ഇപ്പോഴത്തെ ദ കറണ്ട് ഇന്റലിജൻസ് ബ്യൂറോ IBയുടെ. 2025 മെയ് 20 തപൻ കുമാർ ദേക്ക് ഒരു വർഷത്തെ കൂടി സേവന കാലാവധി നീട്ടി നൽകിയ ആരാണ്? അപ്പോയിൻമെന്റ് കമ്മിറ്റി ഓഫ് ദി ക്യാബിനറ്റ്, മന്ത്രിസഭയുടെ നിയമന സമിതി. മിക്കവാറും എല്ലാ അപ്പോയിൻമെന്റ്സ്, അതായത് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന അപ്പോയിൻമെന്റ്സ് അതിന് തീരുമാനം എടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് അപ്പോയിൻമെന്റ് കമ്മിറ്റി ഓഫ് ദി ക്യാബിനറ്റ്. മന്ത്രിസഭയുടെ നിയമന സമിതിയുടെ ചെയർപേഴ്സൺ ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദ ചെയർപേഴ്സൺ ഓഫ് അപ്പോയിൻമെന്റ്സ് കമ്മിറ്റി ഓഫ് ദി ക്യാബിനറ്റ് ആണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അദ്ദേഹം അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് അപ്പോയിൻമെന്റ് കമ്മിറ്റി ഓഫ് ദി ക്യാബിനറ്റ്. ഈ ഒരു ക്യാബിനറ്റ് ആണ് ഇന്ന് മിക്കവാറും എല്ലാ ഓർഗനൈസേഷന്റെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന അപ്പോയിൻമെന്റ്സ് നടത്തുന്നത്. ഇപ്പോൾ തപൻ കുമാർ ദേക്ക, അദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷം കൂടി നീട്ടിയിട്ടുള്ളതും അപ്പോയിൻമെന്റ് കമ്മിറ്റിയാണ്. ഇന്റലിജൻസ് ബ്യൂറോ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? ആഭ്യന്തര മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്റലിജൻസ് ബ്യൂറോ, IB എന്നറിയപ്പെടുന്ന ഇന്റലിജൻസ് ബ്യൂറോ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: SC ബാസ് ഫ്രഷ് ലോ ഗ്രാജുവേറ്റ്സ് ഫ്രം ജുഡീഷ്യൽ എക്സാം. ജുഡീഷ്യൽ പരീക്ഷകളിൽ നിന്ന് പുതിയ നിയമ ബിരുദധാരികളെ സുപ്രീം കോടതി വിലക്കി. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സുപ്രീം കോടതിയുടെ വിധി പ്രകാരം
ജുഡീഷ്യൽ സർവീസസ് പരീക്ഷയ്ക്ക് ഹാജരാകാൻ എത്ര വർഷത്തെ നിയമപരിശീലനം ആവശ്യമാണ്? 3 വർഷം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. കാരണം ജുഡീഷ്യൽ പരീക്ഷ, അതായത് ഒരു ജഡ്ജ് എന്ന ലെവലിലേക്ക് വരേണ്ട വ്യക്തികൾ, അവർക്ക് ഏറ്റവും കുറഞ്ഞത് 3 വർഷമെങ്കിലും അവർ ലോയറായിട്ട്, അവർ വക്കീൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രമേ അവർ യോഗ്യരാകുകയുള്ളൂ ജുഡീഷ്യൽ പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയുള്ള യോഗ്യത. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. ചീഫ് ജസ്റ്റിസ് BR ഗവായിയും ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മാസിയും ഏത് തീയതിയിലാണ് ജഡ്ജിമാരായി നിയമപരിചയത്തിലെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രായോഗിക നിയമപരിചയത്തിന്റെ മൂല്യം ഊന്നി പറഞ്ഞത്? 2025 മെയ് 14. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് ജസ്റ്റിസ് BR ഗവായി. അദ്ദേഹം അറിയിച്ചത് ജുഡീഷ്യൽ സർവീസ് പരീക്ഷയ്ക്ക് വരേണ്ടവർ അവർക്ക് പ്രാക്ടിക്കൽ ലീഗൽ എക്സ്പീരിയൻസ് ആവശ്യമാണെന്നും ഏറ്റവും കുറഞ്ഞത് 3 വർഷമെങ്കിലും അവർ ലീഗൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾ ആയാൽ മാത്രമേ അവർക്ക് ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ, അതായത് ജഡ്ജ് ആകേണ്ട ആ ഒരു എക്സാമിലേക്ക് എഴുതുവാനുള്ള യോഗ്യത ലഭിക്കുകയുള്ളൂ എന്നറിയിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് എന്നിവരാണ്. ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത് 2025 മെയ് 14. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. ഇന്തോനേഷ്യ വോൾക്കാനോ ഇറപ്റ്റ്സ് ഓൺ ടൂറിസ്റ്റ് ഐലൻഡ് ഓൺ ഫ്ലോസ്. ഇന്തോനേഷ്യ ടൂറിസ്റ്റ് ദ്വീപായ ഫ്ലോറസിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. ഇന്തോനേഷ്യയിലെ ഒരു ടൂറിസ്റ്റ് ദ്വീപ് ആയിട്ടുള്ള ഫ്ലോസ്, അവിടെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച കാര്യം നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അടുത്തിടെ പൊട്ടിത്തെറിച്ച മൗണ്ട് ലെവോട്ടോബി ലക്കി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലെ ഒരു പർവ്വതമാണ് ലെവോട്ടോബി ലക്കി. ഈ പർവ്വതമാണ് ഏറ്റവും ഈ അടുത്ത് 2 ദിവസം മുമ്പ് പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. ഇന്തോനേഷ്യയിലെ ഏത് ടൂറിസ്റ്റ് ദ്വീപിലാണ് മൗണ്ട് ലെവോട്ടോബി ലക്കി ഫ്ലോറസ് എന്ന ടൂറിസ്റ്റ് ദ്വീപ്? ഇന്തോനേഷ്യയിലെ ഒരു ടൂറിസ്റ്റ് ദ്വീപ് ആണ് ഫ്ലോറസ്. ഈ ദ്വീപിലാണ് മൗണ്ട് ലെവോട്ടോബി ലക്കി എന്ന പർവ്വതമുള്ളത്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. ടൂറിസ്റ്റ് ഐലൻഡ് ഓഫ് ഫ്ലോസ് ആണ് ഇത്, മൗണ്ട് ലെവോട്ടോബി ലക്കി എന്ന പർവ്വതം. അടുത്തിടെ പൊട്ടിത്തെറിച്ച മൗണ്ട് ലെവോട്ടോബി ലക്കിയുടെ ഉയരം എന്താണ്? 1584, 5197 അടിയുള്ള 1584 മീറ്ററിലാണ് മൗണ്ട് ലെവോട്ടോബി. എന്നാൽ ഇതിൻ്റെ ആ ഒരു പൊട്ടിത്തെറിച്ചപ്പോൾ പുകപടലങ്ങൾ ഏതാണ്ട് 8000 മീറ്റർ വരെ ഉയരത്തിലേക്ക് എത്തിയിട്ടുള്ള ഒന്നാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ മൗണ്ട് ലെവോട്ടോബി ലക്കിയുടെ ആ ഒരു പൊട്ടിത്തെറിക്കൽ, അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത്. ഒരു ഇന്റർനാഷണൽ ന്യൂസ് ആണ്. സുഡാൻ അപ്പോയിന്റ്സ് കമിൽ ഇദ്രീസ് ആസ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ. സുഡാൻ ആദ്യ പ്രധാനമന്ത്രിയായി കാമിൽ ഇദ്രിസിനെ നിയമിച്ചു. സുഡാൻ എന്ന രാജ്യം നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വംശീയ കലാപം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെ ഇപ്പോൾ ഒരു 2 വർഷത്തിന് ശേഷം ഇപ്പോൾ പുതിയ പ്രൈം മിനിസ്റ്ററിനെ നിയമിച്ചു. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസ്. സുഡാന്റെ പുതിയ പ്രധാനമന്ത്രിയായി സുഡാനിസ് സൈന്യം ആരുടെ പേരാണ് പ്രഖ്യാപിച്ചത്? കാമിൽ അൽ തായിബ് ഇദ്രീസ്. സുഡാന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് നിയമിച്ച വ്യക്തിയാണ് കാമിൽ അൽ തായിബ് ഇദ്രീസ്. 2 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ സുഡാനിലെ ഒരു പ്രൈം മിനിസ്റ്റർ വരുന്നത്. മിലിറ്ററി റൂൾ ആണ് സുഡാനിലുള്ളത്. സുഡാന്റെ സൈനിക മേധാവിയും യഥാർത്ഥ രാഷ്ട്രത്തലവനും ആരാണ്? ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാൻ. സുഡാന്റെ പ്രൈം മിനിസ്റ്റർ കാമിൽ അൽ തായിബ് ഇദ്രീസിനെ നിയമിച്ച വ്യക്തിയാണ് ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാൻ. അദ്ദേഹം ആർമി ചീഫ് ഓഫ് സുഡാൻ ആണ്. സുഡാന്റെ തലസ്ഥാനം എന്താണ്? കാർത്തൂം ആണ് സുഡാന്റെ തലസ്ഥാനം. സുഡാൻ എന്ന രാജ്യം ഇത് നോർത്ത് ഈസ്റ്റ് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ്. ഒഫീഷ്യലി റിപ്പബ്ലിക് ഓഫ് ദി സുഡാൻ എന്നറിയപ്പെടുന്ന ഈ രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആണ് കാർത്തൂം. ഏതാണ്ട് 5 കോടി ജനങ്ങളാണ് ഈ രാജ്യത്തുള്ളത്. സുഡാനിസ് പൗണ്ട് ആണ് ഇവിടുത്തെ കറൻസി. ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് അറബിക്, ഇംഗ്ലീഷ്. ലോകത്തിൽ പറയുമ്പോൾ ഏറ്റവും പൂറസ്റ്റ് കൺട്രി എന്നറിയപ്പെടുന്ന ഒരു രാജ്യമാണ് സുഡാൻ എന്ന് പറയുന്ന രാജ്യം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്: ഷിരോയി ലില്ലി ഫെസ്റ്റിവൽ 2025 കിക്സ് ഓഫ് ആഫ്റ്റർ 2 years. 2 വർഷത്തിന് ശേഷം ഷിരോയി ലില്ലി ഫെസ്റ്റിവൽ 2025 ആരംഭിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 5 ദിവസത്തെ ഉത്സവമായ ഷിരോയി ലില്ലി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. ഏതാണ്ട് 2 വർഷത്തിന് ശേഷമാണ് മണിപ്പൂരിൽ ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നത്. കാരണം നമുക്കറിയാം, മണിപ്പൂരിൽ നടക്കുന്ന ആ ഒരു വംശീയ കലാപം
കുക്കീസ് മെയ്ത്തി തമ്മിലുള്ള ആ ഒരു വംശീയ കലാപം, ഇതുമായി ബന്ധപ്പെട്ട് മിക്കവാറും എല്ലാ ഫെസ്റ്റിവൽസും എല്ലാം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്ന സംസ്ഥാനമായിരുന്നു. ഇവിടെയാണ് ഇപ്പോൾ 5 ദിവസത്തെ ഉത്സവമായിട്ടുള്ള ഷിരോയി ലില്ലി ഫെസ്റ്റിവൽ ആരംഭിച്ചിട്ടുള്ളത്. ഷിരോയി ലില്ലി ഫെസ്റ്റിവൽ ഇത് മണിപ്പൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. 2025 മെയ് 20 മണിപ്പൂരിൽ ഷിരോയി ലില്ലി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭല്ല. മണിപ്പൂരിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആണ് അജയ് കുമാർ ഭല്ല. അദ്ദേഹമാണ് ഷിരോയി ഫെസ്റ്റിവൽ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ മെയ് 20 ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. മണിപ്പൂരിൻ്റെ സംസ്ഥാന പുഷ്പം ഏതാണ്? ഷിരോയി ലില്ലി. ഷിരോയി ലില്ലി എന്നത് മണിപ്പൂരിൻ്റെ സംസ്ഥാന പുഷ്പമാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഷിരോയി ലില്ലി ഫെസ്റ്റിവൽ ഇപ്പോൾ മണിപ്പൂരിൽ ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭല്ലയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ജനറൽ നോളജ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 19ഓളം കറണ്ട് അഫേഴ്സ് ജനറൽ നോളജ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജേഡീസ് കറണ്ട് അഫേഴ്സിൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.